അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ഓഫ് ടുഡേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഒരു ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്കിലും അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കോട്ടയത്തു നിന്നും കുമളിക്ക് പോകുന്ന വഴിക്ക് കുറേ അപകടകരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലേ, കുറച്ച് ഡേഞ്ചറായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു വളവ് എന്ന് തോന്നിയ ഒരു ഭാഗം നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത്. ജസ്റ്റ് ഈ വീഡിയോയ്ക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ല, കാരണം ശരിക്കും ഇതാണ് നമ്മൾ ഡെസ്റ്റിനേഷനായിട്ട് ഇന്ന് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കാരണം വരും കണ്ടന്റുകളിൽ സാധാരണ ആൾക്കാരൊക്കെ കണ്ട് കേട്ട് പോയ ആ ഒരു വീഡിയോയ്ക്കും ഉപരികളായിട്ട് ഇപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ വളഞ്ഞങ്ങാനുണ്ട്, പുല്ലുപാറയുണ്ട്, അതുപോലെ പഞ്ചാലിമേടുണ്ട്, അതിലിപ്പോൾ ഒന്ന് പരുന്തുംപാറയുണ്ട്, കുട്ടിക്കാനം, ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉണ്ട് ശരിക്കും. പക്ഷേ അതൊക്കെ മറ്റുള്ള ആൾക്കാർ ചെയ്തു പോയ വീഡിയോ ആണ് ഓൾറെഡി. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എത്രത്തോളം അപകടകരമായ റോഡുകളുണ്ട്, അല്ലാത്ത അപകടകരമായിട്ടുള്ള കെർവുകളുണ്ട്, അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിലേക്കൊന്ന് അപവാദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ചെറിയ ഉദ്ദേശം കൂടെ നമ്മുടെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ ഇനി മുതൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ പോകുന്ന റൂട്ടുകളിലെ ആ ഭാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. തംബ്നെയിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്ത് നിന്നും കുമളിക്ക് പോകുന്ന വഴിക്ക്, അതായത് കോട്ടയം കുമളി നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 183 ആണ്. ഈ നാഷണൽ ഹൈവേയിൽ നമ്മുടെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉള്ള ഒരു അതിഭയങ്കരമായ അപകടമുള്ള ഒരു വളവാണ് വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന ഒരു വളവാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു എസ് വളവ് പോലെ വളവാണ്. ഇപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു വളവുണ്ട്. ഇത് അല്ലാതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ താഴെ അടുത്ത ഒരു കെർവ് വരും. ഈ ഒരു വളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ആംബുലൻസ് വന്നുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വളവിന്റെ ആ ഒരു ഷേപ്പ്, ആ ഒരു ഘടന, ആ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഒരു റിക്വസ്റ്റ് പോലെ പറയാനുള്ളതാണ്. കാരണം വളരെ ഡേഞ്ചറാണ്. ഒരുപാട് ലോറികൾ ഈ കാണുന്ന ആ ഒരു ബാരിക്കേഡുകൾ, ആ ഒരു ഗാർഡിനകത്ത് നിന്ന് കത്തി കവർ ചെയ്ത് വണ്ടി നേരെ താഴേക്ക് പോയി താഴത്തെ റോഡിൽ ചെന്ന് വീണിട്ട് അവിടെ നിന്ന് വീണ്ടും മറിഞ്ഞ് അതിലും താഴേക്ക് പോകുന്ന അപകടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വോയിസിന് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. കാരണം ഒരുപാട് പ്രയോജനമുള്ള വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കോട്ടയം ജില്ല കടന്നിട്ട് ഇടുക്കി ജില്ലയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പം ഏകദേശം ആ ഒരു ഹിൽ സ്റ്റേഷൻ, അതായത് നമ്മൾ ഹൈ റേഞ്ചിൻ്റെ ആ ഒരു എൻട്രൻസ് പാസ് ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതാണ് വള്ളിയാങ്കാവ് ശ്രീ ഭദ്രദേവി ക്ഷേത്രത്തിൻ്റെ ആ ഒരു എൻട്രൻസ്. അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ഒരു അമ്പലമാണ്. ഒരു ദേവിയുടെ ഒരു ഭദ്രകാളിയുടെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ അമ്പലത്തിലുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടർ വരുന്ന അമ്പലമാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടില്ല, ഇത് വരുന്നത് നമ്മുടെ കാളച്ചന്തയാണ് കേട്ടോ. നമ്മുടെ കൊടികുത്തി കാളച്ചന്ത എന്ന് പറയും. മുണ്ടക്കയം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു കാളച്ചന്തയാണ്. അതായത് കോട്ടയം ജില്ലയുടെ തന്നെയും മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പല ഏരിയയിലേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ മാടുകൾ, അതായത് മാട്, പോത്ത്, കാള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ്, ഇവിടെ നിന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കൊടികുത്തി സിറ്റി വരും. ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ ഹൈവേ തന്നെയുള്ളൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അടിപൊളി ഒരു വൈബ് തരുന്ന സ്ഥലമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കൊടികുത്തി തന്നെ. കാരണം പണ്ട് ഇവിടെ ഇത്രയും ഒരു വ്യൂ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവിടെ ഈ ഒരു വ്യൂ വന്നത്. കാരണം മരങ്ങളെല്ലാം വെട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കി എന്ത് സ്റ്റൈലാന്ന് നോക്കിയാൽ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മീശപ്പുലിമലയൊക്കെ നമ്മൾ ആ ലോങ് സൈറ്റിൽ കാണുന്ന ആ ഒരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ, കാരണം ഇപ്പോൾ ഇത് മഴ പെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ നിന്ന് കാണുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്, നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അടിപൊളി സ്ഥലമാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നില്ല, മഴ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയ പരിമിതിയുണ്ട്. അവിടെ നമ്മൾ മേലോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിലൊരു കോട ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ മുന്നോട്ട് മേലോട്ട് കയറി വരുമ്പോൾ ഒരു ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇത് വരുന്നത് പുല്ലുപാറ ജംഗ്ഷനാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും. അതായത് കഴിഞ്ഞ പല തവണയുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും അധികം കണ്ടോ, ഈ നോക്കി ഈ കാണുന്ന ഭാഗത്ത് മേളിൽ നിന്നൊക്കെ ഉരുൾ പൊട്ടി വന്ന ഈ കടകളും ഈ ഭാഗങ്ങളൊക്കെ പല പ്രാവശ്യം തകർന്നു പോയിട്ടുള്ള കേട്ടോ. വലിയ വലിയ പാറക്കൂട്ടങ്ങളൊക്കെ. ഞാൻ പലതവണ ഈ വഴി പാസ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഉരുൾപൊട്ടലുകളിലൊക്കെ നടക്കായിട്ട് ലോക്കായി പോയിട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു
കുട്ടിക്കാനം കുമ്പളി അല്ലെങ്കിൽ കുട്ടിക്കാനം കട്ടപ്പന ഒക്കെ വരുന്ന ഈ ഭാഗങ്ങൾ. ഇത് പറയാൻ പറ്റുമോ, ഇതാണ് നമ്മുടെ മുറിഞ്ഞുപുഴ, അതായത് നമ്മുടെ പാഞ്ചാലിമേടിന് തിരിയുന്ന ഭാഗമാണ്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞ് പാഞ്ചാലിമേട് പോകാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക, അപകടകരമായിട്ടുള്ള ഒരുപാട് കേവ്സ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് മെയിൻ പോയിൻ്റ് ആയിട്ടുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അതായത് നമ്മുടെ ഒരു സമീപ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിന്നുമുള്ളിപ്പാറ എന്നൊക്കെ പറയും. അതായത് നമ്മൾ അകലെ നിന്നൊക്കെ കാണുമ്പോൾ ഈ വെള്ളച്ചാട്ടം നമുക്കിങ്ങനെ അതായത് ഏറെ നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇപ്പോൾ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളത്തിന് കലക്കലോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം തെളിഞ്ഞ വെള്ളം തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് കേരളത്തിൻ്റെ തന്നെ, അതായത് തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വണ്ടികൾ എല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന് വിസിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ നിന്നുമുള്ളിപ്പാറ അല്ലെങ്കിൽ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങൾ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ്. നല്ല തിരക്കാണ് ഈ കടകളൊക്കെ. അപ്പോൾ ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ കടകളിലെല്ലാം നിങ്ങൾക്ക് പറ്റും. കാരണം ഒരുപാട് ഷോപ്സ് ഉണ്ട്, അങ്ങോട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ. അപ്പോൾ തിരക്കില്ലാത്ത ഏത് കടയാണ് അവിടെ നോക്കി നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് സൈഡ് കയറി നിൽക്കാം. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ മേളയിൽ നിന്ന് നല്ലപോലെ നമുക്ക് ഈ അതായത് വെള്ളം നമ്മുടെ ദേഹത്തേക്ക് ഷവർ പോലെ മേത്തേക്ക് വന്ന് വെള്ളം വീഴും. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ക്യാമറയും കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആ ഒരു വൈബിൽ നമ്മളാൾക്കാർ മൈൻഡിൽ നിന്നൊക്കെ ഔട്ടായി പോകും. പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഹൈലൈറ്റ് കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് അപകടം. അതായത് ഇത് നല്ല രീതിയിൽ അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഒന്ന് ഇവിടെ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പാർക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. KSRTC അതുപോലെ പ്രൈവറ്റ് ബസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ വരുന്നൊരു ഭാഗമാണ്. ഉണ്ട് ഈ പോകുന്ന റൂട്ടിൽ മേളിൽ നിന്നൊക്കെ വണ്ടി വന്ന് കറക്റ്റ് വളവ് ടേണിങ്ങിൽ അടിച്ച് പോകുമ്പം നമ്മൾ വളരെയേറെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒത്തിരി ആളുകൾ ക്രോസ് ചെയ്യുന്നത്. കാരണം പോലീസുകാർ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈവേ പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ താഴേക്കൊക്കെ പോകുമ്പം അവിടെ അങ്ങനെ പോലീസിൻ്റെ ആളില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു പോയിൻ്റായിട്ട് എടുക്കുക. അതൊരു അപകടകരമായിട്ടുള്ള ഭാഗമാണ്. വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. കയറി പോകുമ്പോഴത്തേക്കും ആ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മഴ നനഞ്ഞൊന്നും പോകുന്നതിനായിട്ട് ഒരു തരത്തിലുള്ളൊരു മടിയും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കാരണം നിങ്ങൾക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞങ്ങളൊക്കെ സ്ഥിരം സന്ദർശിക്കുന്ന ഞങ്ങൾ സ്ഥിരം പാസ് ചെയ്ത് പോകുന്നൊരു വഴിയാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഫീൽ തോന്നിയില്ലെങ്കിലും മറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അടുത്ത് നമ്മൾ ഒരു ടേണിംഗ് ആയിട്ടുണ്ട്. ഈ ടേണിങ്ങിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതായത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ചെറിയ മയക്കത്തിലേക്കായിരിക്കും, ചെറിയ ഉറക്കത്തിലേക്കായിരിക്കും. സൂക്ഷിക്കുക കേട്ടോ. അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഒരു അപകടകരമായിട്ടുള്ള കെർവാണ്. ഇതൊരു ആകൃതിയിലാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഇത് നമ്മൾ ഇവിടുന്ന് തിരിയുമ്പോൾ തന്നെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തിരിയുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ ലെഫ്റ്റേക്കുള്ള ടേണിങ്ങാണ്. നമ്മൾ തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി നല്ല പരിചയമുള്ള ആളല്ലെങ്കിൽ റോങ് സൈഡ് ചെല്ലും. ഓട്ടോമാറ്റിക്കായിട്ട് മേളിൽ നിന്ന് വരുന്ന വണ്ടിയായിട്ട് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന കർവ്, ഈ ലെഫ്റ്റ് കാണുന്ന ഒരു ബാരിക്കേഡ് കണ്ടല്ലോ, ഈ മേളിൽ നിന്ന് വരുന്ന വണ്ടികൾ താഴേക്ക് പോകാനും അവിടെ വന്ന് ഇടിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടത്തിന് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും, കാരണം ഒരു യാത്രയാണ്, നമ്മളൊരു ട്രിപ്പ് എൻജോയ് ചെയ്യുമ്പം എത്രത്തോളം സേഫ്റ്റി നിങ്ങൾ നോക്കാൻ പറ്റുമോ അത്രത്തോളം സേഫ്റ്റി നിങ്ങൾ നോക്കുക. കാരണം നമ്മുടെ ജീവൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനും ഒരു അപകടം ഉണ്ടാകുന്ന കാര്യമാണ്. കണ്ടോ ആ റോഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിടപ്പ് കണ്ടോ, നല്ല രീതിയിലുള്ള ടേണിങ്ങാണ്. കാരണം ഇവിടെ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് രാത്രിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മേളിൽ നിന്നൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഈ കാണുന്ന ആരോ പോകുന്ന ആ റൂട്ടിലേക്ക് പല വണ്ടികളും നേരെ പോയി താഴെ തന്നെ ഈ റോഡിൻ്റെ ബാക്കി താഴെ വരുന്നുണ്ട്. താഴെ ചെന്ന് വീണിട്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചു തരാം. താഴെ വീണിട്ട് അവിടുന്ന് കുത്തി മറിഞ്ഞ് വീണ്ടും താഴേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം അതുപോലെ ഡേഞ്ചറാണ്. കണ്ടോ ആ റോഡിൻ്റെ ഒരു കിടപ്പ് നിങ്ങൾ നോക്കി. ഞാനിനിയിപ്പോൾ എല്ലാ വീഡിയോയിലും ഇതുപോലത്തുള്ള ഒരു 10 പേർക്ക് ഒരു പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ഉള്ളിലേക്കൊരു അപവാദം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള കാര്യം ഞാനിനി ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് റൂട്ട് പോയാലും കണ്ടോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് എപ്പോഴും സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഇതറിയാൻ വേണ്ടി പറ്റും. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് അത്ര അപവാദം ഉണ്ടാകണമെന്നില്ല. കാരണം അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോറികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡുമായിട്ട് മേളിൽ നിന്ന് ഇറങ്ങി വരാം, താഴെ നിന്ന് കയറിപ്പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല രീതിയിലുള്ള ചെറിയ അത്യാവശ്യം ചില സമയങ്ങളിൽ ചെറിയ ബ്ലോക്ക് വരും. കാരണം നമ്മുടെ താമരശ്ശേരി ചുരമൊന്നും പോലെയുള്ള അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ചെറിയൊരു ബ്ലോക്ക് വരുന്ന സാഹചര്യത്തിൽ ഓവർടേക്ക് ചെയ്ത് വണ്ടികൾ കയറി മേളിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ വരുന്ന വണ്ടികളൊക്കെ ഈ ബാരിക്കേഡൊക്കെ ഉണ്ടെങ്കിൽ പോലും
അല്ലെങ്കിൽ ഈ ഒരു ഇതിനെന്താ പറയുന്ന ഈ ഒരു ബോർഡർ അല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ ഇടിച്ച് ഇതുകൊണ്ട് ഈ കിടക്കുന്നതൊക്കെ പണ്ട് നേരത്തേക്ക് അപകടം ഉണ്ടായിട്ടുള്ള വണ്ടിയുടെ ഓരോരോ അവശിഷ്ടങ്ങളും ഓരോ പാർട്സും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇടിച്ചിട്ട് ഈ താഴേക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഫുള്ള് മഞ്ഞ് കോട ഇറങ്ങിയൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ല. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ റോഡ് രസാകൃതി കറങ്ങി താഴെ വരുന്നത്. ഇത് നേരെ പാരലെന്ന പോലെ റോഡ് താഴെ വരും. അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി പോയി വീണിട്ട് ആ റോഡിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ വണ്ടിയുടെ അവിടെ അളന്ന് വീഴുക. അതിനുശേഷം അതായത് ലാസ്റ്റ് ഞാനിപ്പോൾ കണ്ടൊരു കുറച്ച് കാലത്ത് മുമ്പായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപകടം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു തേങ്ങയായിട്ട് വന്ന വണ്ടിയാണ് എൻ്റെ അറിവിൽ ഞാൻ ലാസ്റ്റ് കണ്ടത്. ആ തേങ്ങയായിട്ട് വന്ന വണ്ടി താഴെ ഫ്രണ്ട് കുത്തിയിട്ട് അവിടെ നിന്ന് മറിഞ്ഞ് അതിൻ്റെ എഞ്ചിനും മറ്റു പാർട്സും എല്ലാം കൂടെ ഉരുണ്ട് വീണ്ടും താഴത്തെ കുഴിയിലേക്ക് വീഴും. അവിടെ ഫുള്ള് തേങ്ങയായിരുന്നു. ആ ഒരു താഴെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നിറച്ച് തേങ്ങ ഫുള്ള് താഴെ വീണ് അങ്ങനെ ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടും എനിക്കിങ്ങനെ ഒരു എൻ്റെ ഈ ഒരു കണ്ടൻറ്റിനകത്ത് ഇത് ഉൾപ്പെടുത്തണമെന്ന് തോന്നാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളിലൊരു ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോട്ടയത്തുള്ള ഒരാളോ എറണാകുളത്തുള്ള ആളോ ഒക്കെ ചിന്തിക്കും അങ്ങ് പോകുമ്പോഴാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണല്ലോ, നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് പോയേക്കാം എന്നൊരു തോന്നൽ ഒരു 10 പേർക്കുണ്ടായാൽ 10 പേർക്ക് അതുകൊണ്ടുള്ളൊരു അവരുടെ ജീവനും അല്ല സ്വത്തിനും ഒരു സേഫ്റ്റി ആകുമല്ലോ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. അല്ലാതെ വീഡിയോ റീച്ച് ആകാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. ഇത് വീഡിയോ നമ്മൾ വൈഡാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവും, ഏത് രീതിയിലാണ് ഈ റോഡ് നിൽക്കുന്നതെന്നുള്ളത്. ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതൊരു യൂ-ടേൺ അല്ലേ. കാരണം മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിക്കാർക്ക് പെട്ടെന്ന് ഒരുപക്ഷെ മേളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന വണ്ടിക്കാർ, അതായത് ഇപ്പം വേറെ ഡയറക്ഷനില്ല, അതായത് ഇപ്പം ഏതെങ്കിലും ഡയറക്ഷനിൽ ഇപ്പം കട്ടപ്പന വഴി അങ്ങനെ പോയിട്ട് കുമ്പളി വന്നിട്ട് ആ രീതി തിരിച്ച് മുണ്ടയ്ക്കാൻ വരുന്നത് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ കോട്ടയം പോകാൻ വേണ്ടി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിലപ്പോൾ റോഡ് മനസ്സിലാവണമെന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നെങ്കിൽ എന്ത് സംഭവിക്കും, അതുപോലെ കഴിവുള്ള അതുപോലെ വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ എങ്ങനെയെങ്കിലുമൊക്കെ സ്കിഡ് ചെയ്യാതെ കൺട്രോൾ ചെയ്ത് ഇറക്കിപ്പോകും. പക്ഷേ ഒരു ആവറേജ് ലെവലുള്ള ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ അതിലേക്ക് കവർ ചെയ്ത് നേരെ താഴേക്ക് പോകും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടിക്കിട്ട് തട്ടും. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു റൂട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ മേലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ടുള്ളവരല്ല, വന്നിട്ടുള്ളവർ വീണ്ടും വരിക. വരാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ എന്തായാലും ഒന്ന് വരണം. കാരണം അതുപോലെയുള്ള വഴിയാണ് കേട്ടോ, നല്ലതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഓരോരോ പോയിൻറ്റുകളാണ് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ മുണ്ടക്കയം വരെ, മുണ്ടക്കയമാണ് അല്ലെങ്കിൽ പൊൻകുന്നം, മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്, അല്ലെങ്കിൽ മുണ്ടക്കയമാണ് നമുക്ക് ഹൈ റേഞ്ചിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടം വരെ അത്യാവശ്യം ചൂടായിരിക്കും. അപ്പോൾ മുണ്ടക്കയം കഴിഞ്ഞ് ഒരു പാലമുണ്ട്, ആ ഒരു പാലം കഴിഞ്ഞ് നമ്മൾ കല്ലേപ്പാലം എന്ന് പറയുന്നത് സാഹിബന്മാരുടെയൊക്കെ പാലമാണ്. ആ പാലം കഴിഞ്ഞ് നമ്മൾ മേളിലേക്ക് കയറി കഴിയുമ്പം തൊട്ട് തണുപ്പ് നമുക്ക് വരാൻ തുടങ്ങും. മേളിലേക്ക് കയറുന്നതനുസരിച്ച് ക്ലൈമറ്റ് ചേഞ്ച് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടൈക്കനാലിലേക്ക് ചെല്ലുന്ന പോലെ തന്നെ ആ ഒരു മഞ്ഞും ആ ഒരു ചെറിയ ചാറ്റിലും ആ ഒരു മഴയുടെ ഇതൊക്കെ നമുക്കൊരു അനുഭൂതിയൊക്കെ ആയിരിക്കും. നമ്മൾ തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ചെല്ലുമ്പോൾ മഴ കാണത്തില്ല, ഒന്നും കാണത്തില്ല. അപ്പോൾ അത്രയ്ക്ക് എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കുട്ടിക്കാനം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേസ് കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വല സൈഡിൽ നമ്മുടെ 5th ബറ്റാലിയൻ പോലീസ് ക്യാമ്പുണ്ട്. പിന്നെ ഒരു IHRD ഗവൺമെൻറ്റിൻ്റെ ഒരു IHRD കോളേജുണ്ട്. കുറേ കോളേജുകളൊക്കെ ഈ ഭാഗങ്ങളുണ്ട്. ഒക്കെ അവിടെയൊക്കെ പഠിക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും. കാരണം അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുക. അത്യാവശ്യം നമുക്ക് ആ നല്ലൊരു വൈബിൽ തന്നെ അത് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ വേണ്ടി പടിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അടുത്ത നമ്മുടെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്ഥലം പറയാനായിട്ടില്ല. അങ്ങനത്തെ ഒരു കണ്ടൻറ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിതിനൊരു അത്ര പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കടകളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ പാസ് ചെയ്യും. നമുക്ക് ഒരുപാട് നല്ല ഫുഡുകളാണ്, ഒരു ഹോട്ടലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാം നല്ല ഹോട്ടലുകളാണ് കേട്ടോ. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ കിച്ചന് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് അമ്മച്ചി കൊട്ടാരം, അതായത് ലൂസിഫർ പോലെയുള്ള ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്മച്ചി കൊട്ടാരം നമുക്ക് ഇവിടെ നിന്നാണ് ഡിവൈറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ തേയില, അതായത് നമ്മുടെ മുണ്ടക്കത്ത് ഫേമസ് ഫാമിലിയാണ് കള്ളുവേൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു തേയില പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മളങ്ങനെ വീണ്ടും കുട്ടിക്കാനം ടൗണിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാനം എത്തുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു വൈബ്, അത് ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അന്യ വൈബ് തന്നെയാണ്. അത് കുട്ടിക്കാനത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയാണ്. കാരണം അത്രയും സമുദ്രനിരപ്പിൽ നിന്നും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കട്ടപ്പന, റൈറ്റ് പോയി കഴിഞ്ഞാൽ കുമളി. കട്ടപ്പന പോകുന്ന വഴി പണ്ട് കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ആ റോഡ് നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ട് കാണുമായിരിക്കും. ആ റോഡ് അടിപൊളി റോഡായിട്ടുണ്ട്, ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് പോകാം.
നമ്മുടെ അതായത് ചപ്പാത്തൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഏലപ്പാറ വരും, ചപ്പാത്ത് വരും. അവിടെയൊക്കെ റോഡ് വളരെ ഭംഗിയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കുട്ടിക്കാനം മരിയൻ കോളേജ് ഓട്ടോണമസ് കേട്ടോ, മരിയൻ കോളേജാണ്. നമ്മൾ ഇനി അങ്ങോട്ട് അധികം ദൂരം പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ കട്ടപ്പന റൂട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിൻ്റെ ഇവിടെ മുന്നോട്ട് ഇടസ്ഥലൊരു ധ്യാന കേന്ദ്രമുണ്ട്, നമ്മുടെ ക്രിസ്തീയ സഭയുടെയാണ്. അപ്പോൾ അതിൻ്റെ അവിടം വരെ പോയിട്ട് നമുക്ക് പയ്യെ തിരിച്ച് വരാം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ധ്യാന കേന്ദ്രം കേട്ടോ. കാരണം ഇതൊരു ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹൈ റേറ്റൊന്നും അല്ല, റീസണബിൾ റേറ്റ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് അപ്പം നമ്മുടെ മരിയൻ കോളേജ് ലെഫ്റ്റ് സൈഡിൽ വന്നു. ലെഫ്റ്റ് അങ്ങനെയല്ല, ഇതിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ കുമളി റൂട്ടിലും മായേറിയിലൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണി നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ തിരിച്ച് കുട്ടിക്കാനം, അവിടെ നമ്മൾ വണ്ടി തിരിഞ്ഞ് നമ്മൾ വീണ്ടും കുട്ടിക്കാനം ടൗണിലേക്ക് തന്നെ വരികയാണ്. ഇനി ജസ്റ്റ് ഇത് അവിടെ ബോർഡ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെയൊക്കെ പിന്നെ ശബരിമലയൊക്കെ തിരിഞ്ഞ് വന്ന് നമ്മൾ ആ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കയറി വന്ന സൈഡ്. ആ കാണുന്ന റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മളിവിടെ കയറി വന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലെഫ്റ്റ് പോകും. ഇവിടെ പെട്രോൾ അടിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരു പമ്പുണ്ട്. പക്ഷേ ഈ പമ്പ് പ്രതീക്ഷിച്ച് നിങ്ങൾ വരണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം മേ ബി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പം ഇല്ലാതെ വരാം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു പമ്പുണ്ട് കേട്ടോ, അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം മുണ്ടക്കയത്ത് നിന്ന് പെട്രോൾ അടിച്ചിട്ട് വരുന്നത് സേഫായിരിക്കും. ഇവിടെ പെട്രോൾ ഇല്ലാതെ വന്നിട്ടില്ല ഇതുവരെ, എപ്പോൾ വന്നാലും ഉണ്ട്. ഞാൻ പിന്നെ ഒന്നൊരു പ്രിക്കോഷൻ നീതി പറഞ്ഞെന്നുള്ളൂ. ലെഫ്റ്റ് സൈഡുകളിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടുദോശ, അല്ലെ ബ്രെഡ് റോസ്റ്റ്, അല്ലെ ചായ, ബൂസ്റ്റ്, ഹോർലിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആണ് ഏത് സമയത്തും. കണ്ടിന്യൂസ് നൈറ്റിൽ അവിടെ ഷോപ്സ് ഉണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഇടത് സൈഡിൽ, ഈ ഹൈവേയുടെ ഇടത് സൈഡിൽ, ഈ ഹൈവേ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഹൈവേ വരുന്നത് നാഷണൽ ഹൈവേ 183 ആണ് കേട്ടോ. അതായത് കൊല്ലം തേനി ഹൈവേ ആണ് ഈ ഹൈവേ വരുന്നത്. നമ്മുടെ അത് നമ്മുടെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോട്ടയം മുതൽ കുമളി വരെ കേരളത്തിൽ വരുന്ന ഭാഗം, കേരളത്തിൻ്റെ അല്ല, നമ്മുടെ കോട്ടയം ജില്ല ഇടുക്കിയും കൂടെ പാസ് ചെയ്യുന്ന ഭാഗം വരുന്നത് കേട്ടോ. മുൻപ് പറഞ്ഞ പോലെ ഇടത് സൈഡിൽ നമ്മുടെ മരിയൻ കോളേജിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ വീതി കുറച്ചും കൂടെ കുറവാണ് താഴത്തേക്കാളിലും കമ്പാരിറ്റീവ്ലി. അപ്പോൾ ടേണിംഗ് ഒക്കെ എടുക്കുമ്പം അത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ഇവിടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ താഴെ നിന്ന് കയറി വരുമ്പോൾ നിങ്ങൾ സൈഡിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഈ ചെറിയ നമ്മുടെ മ്ലാവ്, കേഴ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ മേളിലൊക്കെ ചില സമയങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ചെറിയ ചെറിയ ഹോം സ്റ്റേകളുണ്ട്, വീടുകളുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക വൈബിൽ കഴിയാൻ വേണ്ടി പറ്റും. ഏകദേശം മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കുട്ടിക്കാനത്ത് ഇത് ഒരു പൈൻ ഫോറസ്റ്റാണ് കേട്ടോ. ഈ പൈൻ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇത് വെച്ച് പിടിപ്പിച്ചതാണ് പണ്ട്. ആ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുട്ടിക്കാനം പൈൻ വാലിയാണ് ഇത്. ഇതിനിവിടെ തന്നെ നമുക്ക് ചെറിയ ഒരു ചായക്കടയുണ്ട്. ഒരു പ്രായമായ ഒരു ചേട്ടനും ഒരു ചേച്ചിയുള്ളൊരു ചായക്കടയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പോൾ അവിടെ ഈ പൈൻ വാലിയിൽ പൈൻ ഫോറസ്റ്റ് കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നവർക്ക് ചായ കുടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ തിരിച്ച് നിങ്ങളെ വളവ് ഒന്നുകൂടെ കാണിക്കുകയാണ്. ഓപ്പോസിറ്റ് വരുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ ആ അപകടകരമായിട്ടുള്ള വലിയ വളവ് നമ്മൾ ഓപ്പോസിറ്റ് ഇറങ്ങുകയാണ് കണ്ടോ. ഇവിടുന്ന് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന വണ്ടികളാണ് നേരെ താഴേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ. അവിടെ നമ്മൾ വീണ്ടും തിരിയുകയാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഒന്നുകൂടെ ജസ്റ്റ് എടുത്തുന്നുള്ളൂ. അതിൻ്റെ ഒരു അത്രത്തോളം പ്രാധാന്യം ഈ വീഡിയോ കൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ശരിക്കും ഇന്നത്തെ ഒരു ഹൈലൈറ്റ്. ഇവിടെ നമ്മൾ തിരിയുമ്പോൾ കണ്ടോ ഈ ഒരു ടേണിങ്ങിലാണ്. ഈ ഒരു ടേണിങ്ങിൽ നമ്മൾ താഴേന്ന് കയറി വരുന്ന വണ്ടി അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ പോകുന്ന പോലെ കുമളി, കോട്ടയം, അല്ലെങ്കിൽ കട്ടപ്പന കോട്ടയം, അല്ലെങ്കിൽ കട്ടപ്പന ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ കട്ടപ്പന കോട്ടയം ആ റേഞ്ചിലേക്ക് ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ അവരൊക്കെ വലിയ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഒക്കെ സ്മൂത്തായിട്ട് കയറിപ്പോയത്. പക്ഷേ പുതിയതായിട്ട് ആദ്യമായിട്ട് വരുന്ന ടൂറിസ്റ്റ് വണ്ടിയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷനിലേക്ക് ആ വണ്ടി കയറി വരും. അപ്പോൾ നമ്മളും അലേർട്ടായിട്ടാണ് അവിടെ ഇറങ്ങിപ്പോയി കണ്ടോ. ഇവിടെ മേളിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വന്ന് കുത്തിയിട്ടാണ് നേരെ ഓപ്പോസിറ്റ് താഴത്തെ കൊക്കയിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് ഒരു ദുരന്തത്തെ മാത്രം പ്രാധാന്യം കൊടുത്ത് പറയുന്നതല്ല, നമ്മൾ അത്ര അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ചെന്നേ ഓർത്താൽ മതി. താഴെ ഇറങ്ങുമ്പോൾ നമ്മുടെ വാട്ടർഫോൾസ് കഴിഞ്ഞ് കയറി വരുമ്പോഴാണ് ഈ ഒരു പ്രധാനപ്പെട്ട കർവ് വരുന്നത് കേട്ടോ. ഇത് മേളോയ്ക്കൊക്കെ പോകുമ്പോൾ വേറെ ഉണ്ട് അങ്ങ് കുറച്ച്. ഏറ്റവും അപകടമായിട്ട് എന്ന് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംസാരമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും താഴേക്ക് പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ആരും, എനിക്ക് പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളോട്, ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാം. കുട്ടിക്കാനം മുതൽ നമ്മളൊരു വണ്ടി ന്യൂട്രൽ ആക്കിയാൽ, അതായത് നമ്മൾ വിത്തൗട്ട് ഗിയറിൽ ന്യൂട്രലിൽ പോയാൽ നമ്മൾ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രലിൽ ഇറങ്ങിയാൽ നമുക്ക് ഏകദേശം ഒരു 19 കിലോമീറ്ററോളം നമുക്ക് ന്യൂട്രൽ വരാൻ വേണ്ടി സാധിക്കും. അപ്പം ആരും അങ്ങനെയുള്ളൊരു ഉദ്യമം അല്ല അങ്ങനെയുള്ളൊരു കർത്തവ്യത്തേക്ക് കടക്കാതെ മാക്സിമം ഗിയർ തന്നെ, അതായത് വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കയറി പോകുന്ന അതേ ഒരു ഗിയറിൽ ഹൈ ഗിയർ ഇട്ട് തന്നെ മേളിയും താഴേക്ക് ഇറങ്ങി വരിക.
ചെറിയ വണ്ടി ഈവൻ ബൈക്കാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ച് അതുപോലെ പയ്യെ ഇറങ്ങി വരിക. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത ഓരോ അപകടങ്ങൾ വിളിച്ച് വരത്തില്ല നമ്മളായിട്ട് തന്നെ. എൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെയൊക്കെ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ പ്രൊഫഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അപകടങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതിൻ്റെ റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ. തിരിച്ചും വല സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ബസ്സിലിരുന്നാൽ പോലും നമ്മുടെ മേത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം ഇവിടെ തെറിച്ച് വീഴും കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ പറഞ്ഞ കടകളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആശാന്മാരുണ്ട്. അവന്മാർ ഇച്ചിരി പണിയാണ് നമുക്ക്. അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ ആശാന്മാർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഒരു സാധനങ്ങളും വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലോക്ക് ചെയ്യുക. നമ്മൾ ബൈക്കിൽ വെച്ചാൽ പോലും, ഞങ്ങളുടെ വണ്ടിയിൽ ഇപ്പം ഞങ്ങൾ പോയത് സ്കൂട്ടറിനാണ്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിലിരുന്ന സാധനങ്ങൾ പോലും എൻ്റെ ഫ്രണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലിരുന്ന സാധനങ്ങൾ പോലും പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്തോണ്ട് ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിറക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാം പുള്ളിക്കാർ ഇവരെടുത്തുകൊണ്ട് ഇവർ കുറേ പേരുണ്ട്. ഞാൻ ഈ കോവിഡ് ആയ സമയത്തൊക്കെ ഇവർക്ക് ഫുഡ് ഐറ്റംസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കോവിഡ് സമയത്ത് ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ താഴെ ബേക്കറിയിൽ നിന്നൊക്കെ ചെറിയ എന്തെങ്കിലും കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസ് കുറച്ചൊക്കെ മേടിച്ചുകൊണ്ട് മേലോട്ട് പോകും. എന്നിട്ട് ഇവിടെ നമ്മുടെ എന്നാൽ ഇവിടെ നിന്ന് ആരും കാണത്തില്ല. ആ കോവിഡ് സമയത്തൊന്നും ആരും കാണത്തില്ല. അപ്പം നമുക്ക് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ കുറേ ഇവർക്ക് ഇട്ട് കൊടുക്കും. കാരണം ആരുമില്ല, ഇവർക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാനില്ല. ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഈ കാട്ടിലൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലുള്ളൂ. അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ കണ്ടതിൻ്റെ ഒരു ബേസിലാണ് ഞാനും അങ്ങനെ പോയപ്പോൾ താഴെ ശരിയാണല്ലോ, അതുങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കണക്കൂട്ടിൽ അധികമൊന്നും ഒരുപാടൊന്നുമല്ല, 10-100 രൂപയുടെ കുറച്ച് ബിസ്ക്കറ്റ് കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് അവിടെ പൊട്ടിച്ചിട്ട് കൊടുക്കും. ഇത് അത് വാരിയെടുത്ത് വീട്ടിൽ കൊണ്ട് കഴിക്കും. അപ്പം നമ്മളൊരു നാളെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഫുഡ് ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ആരെങ്കിലും ഇതുപോലെ കൊണ്ട് തരും എന്നൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല ഒരു കർത്തവ്യം എന്നൊരു അബോധത്തോടു കൂടി ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പോൾ കണ്ടോ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ കണ്ടോ. അത് ചുമ്മാ ഞാൻ അതിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ലൈവ് വ്യൂ എന്ന് പറയുന്നത്. താഴെയൊക്കെ ഇറങ്ങി നിൽക്കുന്നതിന് അത്ര സേഫ്റ്റി കാര്യങ്ങളൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ വലിയ കയറ്റിലെ കൊക്കയിലേക്കൊന്നും പോകത്തൊന്നുമില്ല. പക്ഷെ നല്ല വെള്ളം വരുന്ന ടൈമിലാണെങ്കിൽ നമ്മളവിടെ വീണാൽ അവിടെ നിന്ന് താഴേക്ക് നേരെ പോകും. പിന്നെ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെല്ലുമെന്ന് ചോദിച്ചാൽ ഏകദേശം നമ്മൾ തിരുവല്ല വരെ വേണമെങ്കിലും പോകാം. കാരണം ഇത് ഏകദേശം മീനച്ചിലാറിലേക്ക് കണക്റ്റാണ്. ഇത് മീനച്ചിലാറിൻ്റെ ആ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ശരിക്കും എളങ്കാട് നിന്ന് വരുന്ന എളങ്കാട് ടോപ്പ് മുണ്ടൊക്കെ എളങ്കാട് ടോപ്പിൽ നിന്നാണ് മീനച്ചിലാറിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. ഇവിടുന്നും എന്നും പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ മണിമലയാറാണ്. മീനച്ചിലാർ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, മണിമലയാറാണ്. ആ മണിമലയാർ ഇവിടുന്ന് കടന്നു പോകുന്നത് നേരെ ഇങ്ങനെ പോയി മണിമല വഴി പോയി അങ്ങനെ ഇത് തിരുവല്ല അങ്ങനെയാണ് ഇത് കണക്റ്റായി അങ്ങ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് തിരിച്ചു പോകുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഓൾറെഡി അങ്ങോട്ട് കയറിപ്പോയപ്പോൾ കണ്ടു, എങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ ആ റൂട്ടിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഇവിടുന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താണെന്നറിയോ, നമ്മൾ മുമ്പ് മേളിൽ കുട്ടിക്കാനത്ത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അവിടെ എപ്പോഴും ഒരു മഴയുടെ ആ ഒരു അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ശരിയല്ലേ? ഇപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ നോക്കി താഴേക്ക് ഇറങ്ങുന്നതനുസരിച്ച് ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് മാറിയതുകൊണ്ടോ കണ്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ള് മാറി. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.